ത്രിപുരയിലെ ജനാധിപത്യവും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട നയനാർ പാർക്കിൽ നടന്ന പരിപാടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷക്കാലം എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും ഇല്ലാതാക്കിയുള്ള കടന്നാക്രമണമായിരുന്നു BJP സർക്കാരിന്റെ നേതൃത്വത്തിൽ ത്രിപുരയിൽ നടന്നത്. ഈ സാഹചര്യത്തെ മറികടക്കാനാണ് CPM ശ്രമിക്കുന്നത്. നിരവധി ഇടതുപക്ഷ പ്രവർത്തകരാണ് ത്രിപുരയിൽ കൊല്ലപ്പെട്ടത്. ജനപിന്തുണയോടെയല്ല BJP ത്രിപുര ഭരിക്കുന്നതെന്നും ക്രിമിനൽ സംഘത്തിന്റെയും പോലീസിന്റെയും പിന്തുണയാണ് സർക്കാരിനുള്ളതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ത്രിപുരയിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് BJP ഗവൺമെന്റിനെ താഴെ ഇറക്കണം എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം നടപ്പിലാക്കാൻ. അത് താഴെ ഇറക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ അപ്പോൾ തന്നെ മണി സർക്കാർ ഉൾപ്പെടെ പറഞ്ഞു വെക്കുന്നത്, പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിലും പറഞ്ഞത്, അത് നമ്മളെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നല്ല എന്നാണ്. നമ്മുടെ പാർട്ടിയെ ആശ്രയിച്ച് മാത്രം അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒന്നല്ല. കാരണം നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ ക്രിമിനൽ സംഘവും പോലീസും അർദ്ധസൈന്യ വിഭാഗവും എല്ലാം ചേർന്ന് ഇലക്ഷൻ കമ്മീഷന്റെ കൂടി പിന്തുണയുണ്ടായാൽ ഏത് ഇലക്ഷനും അട്ടിമറിക്കാനാവുമെന്നുള്ളത് ഇന്ത്യയുടെ അനുഭവമാണ്. ത്രിപുരയിലെ BJP ഭരണത്തിനെതിരെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ CPM-ന്റെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു. മന്ത്രി വി ശിവൻകുട്ടി, കടകംപള്ളി സുരേന്ദ്രൻ, മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.